ഡൽഹി സ്ഫോടനത്തിന്റെ സൂത്രധാരൻ ഉമർ അലിയുടെ ജമ്മു കാശ്മീരിലെ വീട് സുരക്ഷാ സേന തകർത്തിട്ടുണ്ട്. പൂർണ്ണമായി തന്നെ തകർത്തു. ഇനി കുറെ മനുഷ്യാവകാശ പ്രവർത്തകർ ഇറങ്ങുമല്ലോ, കാരണം ഇത് ജനാധിപത്യ രീതിയിൽ ശരിയല്ല. ഇതാണല്ലോ നമ്മൾ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഉമർ അലിമാർ ഭാരതത്തിൽ കണ്ടമാനം വളരുന്നത്. കാരണം വലിയ പിന്തുണയാണ്. മനുഷ്യാവകാശ പ്രവർത്തകരാണല്ലോ അവരൊക്കെ. എപ്പോഴും ഏതെല്ലാം സമയത്ത് രാജ്യദ്രോഹ പ്രവർത്തനം നടന്നിട്ടുണ്ടോ ആ സമയത്ത് അതിനെ അപലപിക്കുന്നതിന് പകരം അവരെ രക്ഷിക്കാനല്ലേ ശ്രമം നടന്നുകൊണ്ടിരുന്നത്. ജെ.എൻ.യു യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അതിനുവേണ്ടി പ്രകടനം നടത്തിയതും അതിനുവേണ്ടി അവർക്ക് അനുകൂലമായി നിന്നതും ആരാ? ഈ മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറയുന്ന ആളുകളാണ്. അവർ മനുഷ്യാവകാശ പ്രവർത്തകരല്ല. ഭീകരവാദികളെ നിലനിർത്താൻ വേണ്ടി, രാജ്യദ്രോഹികളെ നിലനിർത്താൻ വേണ്ടിയുള്ള അവകാശങ്ങളുമായി നടക്കുന്ന പ്രവർത്തകരാണ്. അതാണ് അവരെക്കുറിച്ച് പറയേണ്ടത്. കാരണം ഒരേ ആളുകളാണ് ഇത്തരം കാര്യങ്ങളിൽ ഒപ്പിടുന്നത്. നോക്കിയാലറിയാം അത് എവിടെ നിന്ന് വളർന്നു വന്നവരാണെന്ന് നോക്കണം. അപ്പം മനുഷ്യാവകാശ പ്രവർത്തകർ എന്നുള്ള മറവിൽ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇത്തരം ആൾക്കാർ. ഇവിടെ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ കഞ്ചാവ് പോലത്തുള്ള സാധനങ്ങൾ വിൽക്കുന്ന അതിലൊക്കെ പലപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെടുന്നതോ പ്രതിക്കൂട്ടിലാകുന്നതോ ചെയ്യുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് കൂടെ നടക്കുന്നവരാണ്. അത് വളരെ ചെറിയ കാര്യമാണ്. വലുതാണെങ്കിൽ പോലും ഇതേപോലെ തന്നെയാണ് ഇതിന് കൂട്ടു നിൽക്കുന്ന ചില കക്ഷികളുണ്ട്. അതേപോലെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന SDP പോലുള്ള ഭീകര സംഘടനകളുണ്ട്. ആ ഭീകര സംഘടനകളിൽപ്പെട്ട ആൾക്കാരാണ് മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറഞ്ഞ് നടക്കുന്ന ധാരാളം ആൾക്കാർ. അതിൻ്റെ മറവിലാണ് അവരുടെ പ്രവർത്തനം. മനുഷ്യാവകാശം നേടിക്കൊടുക്കുന്നത്, സേവനം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ. ഇതുപോലെയാണ് ഇപ്പം ഈ വീട് തകർത്ത സമയത്തും ഇവരിനി അതിനുവേണ്ടി വരും. അവിടെ രാജ്യദ്രോഹം നടത്തിയവൻ്റെ വീട് തകർന്നുകൊള്ളാല്ല കാര്യം. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് വലിയൊരു കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്. അതവിടെ മാത്രമല്ല, ഇതിൽ ആരൊക്കെ ഉണ്ട് അവർ മുഴുവൻ തകർക്കണം. ഒരെണ്ണത്തിന് വെച്ചിക്കരുന്നുള്ള കൊടുത്തില്ല. ഒരു കാലത്തും അവർ പുറത്തു വിടാൻ പാടില്ല. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. കിട്ടിയാൽ ചിലപ്പോൾ സംഭവിക്കും. അപ്പം പെഹൽഗാം സമയത്ത് ഇത്തരത്തിൽ അവരെ പിന്തുണച്ചവരെയും പ്രതികളുടെ വീടുകൾ തകർത്തിട്ടുണ്ട്. അതെ, ഇതുപോലെ തന്നെ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്ന വീടുകൾ നാം ഉത്തർപ്രദേശിൽ തകർക്കുന്നത് കണ്ടിട്ടുണ്ട്, ഡൽഹിയിൽ തകർക്കുന്നത് കണ്ട്. ഇതെല്ലാം എന്തോ ഒരു ഫാസിസ്റ്റ് രീതിയായി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. കാരണം ബുൾഡോസർ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കളിയാക്കിക്കൊണ്ടിരുന്നത് UP മുഖ്യമന്ത്രിയെ. അപ്പം അതേപോലെ തന്നെ ഇതൊക്കെ ഫാസിസ്റ്റ് രീതിയായിട്ട് കാണുന്നവർ ധാരാളം ഉണ്ട്. കാരണം അവരുടെ ആവശ്യം അതാണ്. അല്ല, ഇത് ഫാസിസ്റ്റ് രീതി കൊലപ്പെടുത്തുന്നത്, ചാവേറായി പൊട്ടിത്തെറിക്കുന്നത്, കൊലപാതകം നടത്തുന്നത് മനുഷ്യാവകാശമായിട്ടാണ് കാണുന്നത്. ഇപ്പം ഒരു ഉദാഹരണം പറ, ഭരിക്കുന്ന ഗവൺമെൻറ് അറിഞ്ഞില്ല എന്ന് ഒമർ അബ്ദുള്ള ഇന്നലെ പറഞ്ഞിരിക്കുന്നു. പോലീസ് ചെയ്യുന്ന കാര്യങ്ങൾ, കാരണം ആ ഗവൺമെൻറ് ഒമർ അബ്ദുള്ള അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരെ ആരും പിടിക്കാൻ പറ്റൂല. അല്ല, കേരളത്തിൽ അനുഭവം ഉണ്ടല്ലോ, അതല്ലേ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെവരാണ് പല പിന്നെ സ്റ്റേറ്റുകളും സംസ്ഥാനങ്ങളും ഭരിക്കുന്നവരും ആ ഭരിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ടവരും അവർ നേതൃത്വം കൊടുക്കുന്ന കക്ഷികളും. ചർച്ച ചെയ്യണമെങ്കിൽ അവരുടെ കക്ഷികളായിട്ട് ചർച്ച ചെയ്യണ്ടേ, അവരുടെ പാർട്ടിയായിട്ട് ചർച്ച ചെയ്യണ്ടേ. അപ്പോൾ സ്വാഭാവികമായും രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യം പരസ്യമാവും. അപ്പോൾ രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യം രഹസ്യമായി ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈ ആളുകളെ വീഴ്ത്താൻ പറ്റുന്നതും അവരെ പിടിക്കാൻ സാധിക്കുന്നതും. നേരെ മറിച്ച് ഇവരൊക്കെ ആലോചിച്ചുകൊണ്ടാണ് ചെയ്തിരുന്നെങ്കിൽ ഇവരുടെയൊക്കെ വീട്ടിലും ഇവരുടെയൊക്കെ സ്ഥലങ്ങളിലും ആയിരിക്കും ഇവർക്ക് താവളം ഒരുക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഉമർ അബ്ദുള്ളയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, പൊതുവേ ഇത്തരം ആൾക്കാരുടെ കാര്യം. അതിലപ്പം വിശ്വാസ്യത എടുക്കുക എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ വിശ്വാസ്യത എടുക്കും? വിശ്വാസ്യത എടുക്കാൻ സാധിക്കില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ ശരിക്ക് വളരെ രഹസ്യമായി രഹസ്യമായിട്ട് ചെയ്യണം. രഹസ്യമായിട്ട് ചെയ്യാത്തതിൻ്റെ ഫലം പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നുണ്ട് മിക്കവാറും സ്ഥലങ്ങളിൽ. കാരണം ഇത്തരം കേസിലെ പ്രതികളെ പിടിക്കാൻ ചെല്ലുന്ന സമയത്ത് ആ പ്രതി രക്ഷപ്പെട്ടു പോകും. ഇപ്പം ഇവർക്ക് താവളം ഒരുക്കിയത് എവിടെയൊക്കെയാണ് ഇവർ താമസിച്ചത്? ഈ ഭീകരവാദികൾ എവിടെയൊക്കെയാണ് അവർ പോയത്? എന്തേ അവരെക്കുറിച്ചിട്ട് ഒന്നും പറയാതിരുന്നത്? ഇപ്പോൾ ഫരീദാബാദിലെ ഇവരുടെ സർവകലാശാല, ഇവിടെ ഈ കാര്യം നടത്തുന്ന സമയത്ത് അവിടെ ആരും അറിഞ്ഞിരുന്നില്ലേ? കാശ്മീരിൽ നിന്ന് വന്നിട്ട്
അവിടെ പുറത്താക്കപ്പെട്ടയാൾ, ഭീകരവാദത്തിൽപ്പെട്ട് പുറത്താക്കപ്പെട്ടയാളെ ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി കൊടുത്തു എന്ന് പറയുമ്പം അറിയാതെയാണോ? അപ്പം ഇത് ഒരു സ്ഥലം മാത്രമല്ല, ഇങ്ങനത്തെ നിരവധി സ്ഥലങ്ങൾ ഭാരതത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകാം. അതൊക്കെ പിടിക്കപ്പെടുമ്പം ഇങ്ങനത്തെ ഒരു സന്ദർഭങ്ങളുള്ള സമയത്താണ് പിടിക്കപ്പെടുന്നത്. അപ്പം അതിന് പിന്തുണ കൊടുക്കുന്നത് ആരാ? മനുഷ്യാവകാശ പ്രവർത്തകരടക്കമുള്ള ആൾക്കാരാണ് ഇതിനെ തുടക്കം തന്നെ ഇത്ര സ്ഫോടനങ്ങൾ ഉണ്ടാകും, അല്ലെ അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ആ ഒരു വിഭാഗത്തെ വെള്ളപൂശാനുള്ള ശ്രമം നടക്കുന്നുണ്ടല്ലോ. പ്ലാനാണ്, അറിഞ്ഞുകൊണ്ടുള്ള പ്ലാനാണ്. കാര്യം പ്രതിയാരാണ്, ഇതിന് പിന്നിലാരാണ് അറിയില്ല. പക്ഷെ ഉടൻ തന്നെ അത് ഇലക്ഷന് വേണ്ടിയാണ് BJP ചെയ്യുന്നതാണ്, RSS ചെയ്യുന്നതായ ഒരു അജണ്ട ഇപ്പോൾ ഇപ്പം ഇത് തന്നെ എന്താ ഇപ്പം ആവശ്യം ചർച്ച ചെയ്യണം ഉടനെ. ഇവർ ഭീകരന്മാരെ പിടിക്കണം എന്നുള്ളതല്ല, അവർക്ക് വേണ്ടതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്നതല്ല. പിടിക്കുമ്പോൾ മൗനം, പിടിക്കുമ്പോൾ മൗനമാണ്. അപ്പോൾ ആവശ്യം എന്താ? ഇവിടെ ഒരു വിഭാഗത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് രഹസ്യമായിട്ട് ഒരു അജണ്ട. അതാണ് ഇസ്ലാമിക വിഭാഗത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നിരിക്കുന്നു ഭരിക്കുന്ന സർക്കാർ എന്നുള്ള വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട്. കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ആണതില്ലേ. പക്ഷേ ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ അനുകൂലിക്കല്ലേ വേണ്ടത്. അതിന് പകരം അത് ജനാധിപത്യ മര്യാദയ്ക്ക് യോജിച്ചതല്ല, അത് ഏകാധിപത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവന ഇറക്കുകയും അവരോടൊപ്പം നിൽക്കുകയും അവരെ സംരക്ഷണം കൊടുക്കുകയും ചെയ്യുന്നത് അതല്ലേ രാജ്യദ്രോഹം എന്ന് പറയുന്നത്. ഈ പ്രവർത്തനമല്ലേ പ്രധാന പ്രതിപക്ഷം എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രധാന പ്രതിപക്ഷം അതാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും പാർലമെൻറ്റ് തൽക്കാലം പ്രതിപക്ഷ ആണ്. അവരോടൊപ്പം നിൽക്കുന്ന ആളുകളും പാർലമെൻറ്റിൽ തന്നെ ഏതോ ഭാഗത്ത് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ചില ഭീകരവാദികൾ, അവരും എല്ലാവരും കൂടിയിട്ട് ഒന്നു ചേർന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം അത് വളരെ സൂക്ഷിക്കപ്പെടേണ്ടതാണ്, വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ഈ കാര്യം. വളരെയധികം ശ്രദ്ധിക്കേണ്ട. അത് ഭരിക്കാൻ സർക്കാർ തന്നെയല്ലേ അതിൽ ആക്ഷൻ എടുക്കേണ്ടത്. അല്ല, ഈ 2004 മുതൽ 2014 വരെയുള്ള ആ സർക്കാരിൻ്റെ വീഴ്ചകൾ നാം ഇപ്പോഴും അനുഭവിക്കുകയില്ലേ? ആ കാലത്താണല്ലോ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ പച്ചപിടിക്കുന്നതും ഇന്ത്യയുടെ നഗരങ്ങളിൽ വിവിധ ഇടങ്ങളിൽ തുടർച്ചയായ സ്ഫോടനങ്ങൾ, ഇപ്പോൾ ഡൽഹിയിലായാലും മുംബൈയിലായാലും മധ്യപ്രദേശിന്റെ വിവിധ ഇടങ്ങളിലായാലും തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർക്കൊരു അവസരം ഉണ്ടാക്കിയത്, അവർക്കൊരു പരീക്ഷണശാലയായി മാറ്റിയത് ആ കാലഘട്ടം. അതെ, ആ കാലം അതിന് മുമ്പായിട്ട് ഉണ്ട്. നേരത്തെ മുതലേ കേരളം വരെയുള്ള സ്ഥലം, കേരളവും വിഭിന്നമൊന്നല്ല അതില്ലേ, ഇത്തരം പ്രവർത്തനങ്ങളുടെ പരീക്ഷണശാലകളായിരുന്നു പല പ്രദേശങ്ങളും. UP, ബീഹാർ, ആസാം, ഇതേപോലത്തെ ഈവൻ ദില്ലി, ഇങ്ങനത്തെ സ്ഥലങ്ങൾ മുഴുവൻ, മഹാരാഷ്ട്ര, ഇതെല്ലാം ഇവരുടെ പരീക്ഷണശാലകളിൽ നിന്ന് അവിടെയാണല്ലോ ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചതും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാക്കിയതും ട്രെയിനിന് തീ വെച്ചതും ഇതേപോലത്തെ സംഭവങ്ങൾ മുഴുവൻ നടന്നവിടെയാണ്. ഗുജറാത്തിൽ ഉണ്ടായിട്ട് ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ട്, ഭീവണ്ടി കലാപം ഉണ്ടായിട്ട്, അങ്ങനത്തെ പലതും ഉണ്ടായിട്ടില്ലേ? എന്തിന് കേരളത്തിൽ തലശ്ശേരി കലാപം ഉണ്ടായിട്ടില്ലേ? ഇതേപോലത്തെ പല സംഭവങ്ങളും ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. പക്ഷേ 2014 ശേഷം ഇത്തരം കാര്യങ്ങൾ വളരെ കുറഞ്ഞു എന്ന് മാത്രമല്ല, ഇതിനെ നേരിടാൻ തയ്യാറായിട്ടുണ്ട്. അതുകൊണ്ട് എന്താ പറയുന്നത്, 2, 3, 4 സംഭവങ്ങൾ വെച്ചുകൊണ്ട് അതിനെ ഉയർത്തി കാണിച്ച് ഇപ്പം ഭീകരന്മാരെ ഇവിടെ അക്രമം നടത്തുകയാണ്. ഏറ്റവും കൂടുതൽ ഭീകരന്മാർ അക്രമം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, സ്ഫോടനം ഏറ്റവും കൂടുതൽ നടക്കുന്നു ഇത് പറഞ്ഞിട്ട് പ്രചരണം കൊടുക്കുകയാണ്. പക്ഷെ ജനങ്ങളതും മനസ്സിലാക്കുന്നു. എത്രയോ വ്യത്യാസം വന്നു. ആളുകൾക്ക് സ്വൈരമായി നടക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അത് ഇല്ലാതെ ആകണം, ഈ അവസ്ഥ ഇല്ലാതെ ആകണം എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആവശ്യം. ആ ആവശ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൂടിയിട്ടാണ് ഈ ഭീകരന്മാർ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പിന്തുണ ഉണ്ടാവും. അതേസമയത്ത് ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങൾക്ക് നടത്താം, അത് രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ നടത്താൻ സാധിക്കും. ഇവർ പിന്തുണ കൊടുക്കുന്നത് പാകിസ്ഥാൻ, വിദേശത്തിൽ മറ്റുള്ള ഇസ്ലാമിക രാഷ്ട്രങ്ങളിലെ ആ രാഷ്ട്രങ്ങളായിരിക്കില്ല, ആ രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ,
ഈ ആളുകളാണ് ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത്. അപ്പോൾ അവർ റിമോട്ട് കൺട്രോൾ എവിടെയായിരിക്കും? ഭാരതത്തിൽ നിന്നിട്ടല്ല, പുറത്തു നിന്ന്, പാകിസ്ഥാനിൽ നിന്ന്, അതേപോലത്തെ പ്രദേശങ്ങളിൽ നിന്നിട്ടാണ്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിക്കണം. അങ്ങനെ ആയിക്കൊള്ളുന്നില്ല നമ്മളെ ചിന്ത. ഇവിടെ നിന്ന് പുറത്തു പോയിട്ട് ഇവരെ കാണാതെയാകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരില്ലേ, എവിടെയാണ് പോകണമെന്ന് അറിയാത്ത. ഇവർക്കൊക്കെ അതിൽ പങ്കിട്ടുള്ളത് അന്വേഷണത്തിൽ ഉണ്ടോ എന്നുള്ള അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും ആവശ്യമാണ്. എത്രമാത്രം കോളേജുകളും സ്കൂളുകളും ഇപ്പം ഏതായാലും തെളിഞ്ഞല്ലോ നടത്തുന്നുള്ളത്. ഇവിടെ നടക്കുന്നു. ആരൊക്കെയാണ് അത് നടത്തുന്നത്? ഇവിടേക്ക് എവിടെ നിന്നാണ് പൈസ വന്നിരുന്നത്? ഇപ്പം പൈസ ഒന്നും നിലച്ചിട്ടുണ്ടാവും. വന്നിരുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശങ്ങളിൽ ഏതെല്ലാം. ഇപ്പോൾ നാം കുറച്ച് നാളുകളായി പരിശോധിച്ചാൽ ഇത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പിടിയിലാകുന്നവരിൽ അധ്യാപകരായിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും? കാരണം അവർക്കാണ്. ഈ അധ്യാപകർ പിടിക്കപ്പെടുമ്പോൾ നമ്മൾ ആശങ്കപ്പെടുത്തുന്നത് എത്രത്തോളം കുട്ടികളിൽ ഈ വിഷം കുത്തിവെച്ചിരിക്കും. കാരണം വിഷം കുത്തിവെക്കുക മാത്രമല്ല, ഇപ്പോൾ ഒരു സ്കൂൾ വന്ദേമാതരം പാടിയ സമയത്ത് ഒരധ്യാപകൻ വന്ദേമാതരം പാടാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് UP-യിലാണ്. പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അളവിൽ അവർ നിയമ നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. അപ്പം അവർ തന്നെ നടത്തുന്ന സ്കൂളുകളിൽ ഇത്തരം ആൾക്കാർ, അവർ തന്നെ നടത്തുന്ന കോളേജുകളിൽ, കലാലയങ്ങളിൽ, അവർ നടത്തുന്ന സ്ഥാപനങ്ങളിൽ ആരെങ്കിലും അന്വേഷിച്ച് ചെന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് നടക്കുന്നുള്ളത്? മദ്രസകളിൽ അവിടെ പണ്ട് മുതലേ പഠിപ്പിക്കുന്നത് എന്താ? പണ്ട് മുതലേ പഠിപ്പിക്കുന്നത് മറ്റു കാഫിറുകളെ കൊല്ലണം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന കാര്യങ്ങളാണല്ലോ പണ്ട് മുതലേ പഠിപ്പിക്കുന്നത്. അപ്പം ഇതേപോലെ ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന ഭീകരവാദത്തിനുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ് എന്നുള്ള തെളിവാണ് അടുത്ത കാലത്ത് മനസ്സിലാക്കാൻ സാധിച്ചത്. അധ്യാപകർക്ക് നല്ലൊരു പങ്കുണ്ട്. രണ്ട് തരത്തിൽ. ഒന്ന്, അധ്യാപകർക്ക് ഈ കുട്ടികളിൽ സ്വാധീനമുണ്ട്. അപ്പോൾ ഇവർ പറഞ്ഞതനുസരിച്ച് രാജ്യസ്നേഹികളെ ഉണ്ടാക്കാൻ സാധിക്കും, രാജ്യദ്രോഹികളെ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ പാഠപുസ്തകങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ നോക്കൂ. ഇതുമായി ബന്ധപ്പെട്ടതല്ലെങ്കിൽ പോലും അപ്പം കാവ്യവൽക്കരണം എന്നും പറയേണ്ട ഒരു ഭാഗത്ത് ബഹളുണ്ടാക്കുന്നു. അതേസമയത്ത് ഏത് ചരിത്രം അവർ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇസ്ലാമിക ചരിത്രം, അതേപോലെ തന്നെ മാർസിൻ്റെ ചരിത്രം, അങ്ങനത്തെ കാര്യങ്ങളല്ലേ പഠിപ്പിക്കുന്നത്. ഈ ഭാരതീയമായതിനെ എല്ലാറ്റിനെയും തള്ളിപ്പറയുക, മൂല്യങ്ങളായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കാതിരിക്കുക, അങ്ങനെ ഈ കാര്യങ്ങളൊക്കെയാണല്ലോ പിന്നെ നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടത്താൻ വളരെ വളരെ എളുപ്പമാണ് അവർക്ക്. അപ്പോൾ അധ്യാപകരെന്ന് പറയുമ്പോൾ സാധാരണക്കാരല്ല. അതുപോലെ തന്നെ ആശുപത്രികളും ഇതിൻ്റെ കേന്ദ്രമല്ലേ ആകുന്നുണ്ട്. പിന്നെ ആരെയാണ് വിശ്വസിക്കുക? ഇവരുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ പലതും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സാധനങ്ങളാണ്. ആ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച സാധനങ്ങൾ വെള്ളത്തെ കലർത്തി കഴിഞ്ഞാൽ നിരവധി ആൾക്കാർ മരിക്കും എന്നുള്ളതുണ്ട്. ആരൊക്കെയാണ് ഇവർ കൊല്ലുക? ഇനി ഈ സാധനം ഇല്ലാന്നാര് കണ്ടു? ഏതെല്ലാം പ്രദേശങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ, കുഗ്രാമങ്ങളിൽ ജനങ്ങൾ ഇതൊന്നും ചിന്തിക്കില്ല. അതേസമയത്ത് അവർ വളരെ ശ്രദ്ധാലുക്കളാണ് ചെയ്യുന്നവരെ. വനിതകൾ നല്ലൊരു പങ്കാളികളാണ്. വനിതാ ഡോക്ടർ ഇതിൽ പങ്കാളിയല്ലേ? സ്വാഭാവികമായിട്ടും വനിതകൾ ഇതിൽ പങ്കാളികളാണ്. അപ്പം ഒരു രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ ഒരു ഏരിയയിൽ കൂടി പോകുന്ന സമയത്ത് ഇവരുടെ കണ്ണ് എവിടേക്കൊക്കെയാണ് പോകണമെന്നുള്ളതാണ്. അപ്പോൾ അവർ ഉപയോഗിച്ച ഫോണുകൾ ഏതൊക്കെയാണ്, ഇവിടുത്തതല്ല ആപ്പുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഇതൊരു വൻ ശൃംഖല അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുള്ളതാണ്. ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. അപ്പം അവരുപയോഗിക്കുന്ന സ്ഥലങ്ങൾ, അവരുപയോഗിക്കുന്ന സാധനങ്ങൾ, അവരുപയോഗിക്കുന്ന കെട്ടിടങ്ങൾ, അവരുപയോഗിക്കുന്ന വനിതകൾ, ഇവരിലേക്കെല്ലാം എത്തിപ്പെടേണ്ടിയിരിക്കുന്നു. ആ സമയത്താണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ പെട്ടെന്നൊന്നും സാധിക്കുന്നില്ല. ധാരാളം അതിൻ്റെ പിന്നിൽ വെള്ളം കുടിച്ച് പണിയെടുക്കേണ്ടി വരും. കാരണം അത്രയും ആഴത്തിലേക്ക് ഇത് എത്തിപ്പെട്ടിരിക്കുന്നു. ഇവരെ സഹായിക്കാൻ ഇവിടെ തന്നെ ജീവിക്കുന്ന, ഇവിടുത്തെ ഭക്ഷണം കഴിച്ച്, ഇവിടുത്തെ വെള്ളം കുടിച്ച്, ഇവിടുത്തെ വായു ശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാർ ധാരാളം ഓരോ പ്രദേശത്തും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വളരെ വളരെ ശ്രദ്ധാലുക്കളാക്കേണ്ടതാണ്. സമാജവും ശ്രദ്ധാലുക്കളാക്കണം. വെറും ഗവൺമെൻറ് മാത്രമല്ലല്ലോ, എല്ലാവരും. സമാജം ശ്രദ്ധാലുക്കളായില്ലെങ്കിൽ ഇതേപോലെ സംഭവിക്കും.
അതല്ലേ നമ്മൾ ആ വയലിൽ കൂടി പോകണം, ചളിയിൽ കൂടി പോകണം, എന്നിട്ട് ആ വീട്ടിലെത്താൻ പറ്റുള്ളൂ, സൂക്ഷിച്ച സാധനങ്ങൾ സൂക്ഷിച്ച വീട്ടിലേക്ക് എന്നൊക്കെ പറയാൻ കാരണം അതാണല്ലോ. അപ്പോൾ അവിടെയുള്ള ചുറ്റുമുള്ള നാട്ടുകാരെ ശ്രദ്ധിച്ചില്ല. അതേ സമയത്ത് അറിയേണ്ട സ്ത്രീകളത് കാണിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഇതെല്ലാം ഉണ്ട് അതിൽ. അത് സൂക്ഷിക്കേണ്ടതാണെന്ന് അർത്ഥം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.